ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമ്പർ 115. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം, ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവർ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ റവന്യൂ എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പ്രസൻറ്റ് ചെയ്യും അല്ലെങ്കിൽ അതെങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യും എന്നുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്കും ക്ലാരിറ്റിക്കും വേണ്ടിയാണ് IND-AS 115 അല്ലെങ്കിൽ റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോമുലേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFRS 15 ആയിട്ട് അലൈൻ ചെയ്താണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് മുന്നത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള AS 18 എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള AS 18 റവന്യൂവിനെയും IND-AS 11 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സിനെയും റീപ്ലേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ IND-AS 115 ടൈറ്റിൽ എന്ന് പറയുന്നത് റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സാണ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ IND-ASൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എല്ലാ IND-ASനും എല്ലാ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനും ഒരു ബേസിക് പാറ്റേൺ ഉണ്ട്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, രണ്ടാമത്തെ അതിൻ്റെ സ്കോപ്പ്, എവിടേക്കാണ് ഇത് അപ്ലിക്കബിൾ, മൂന്നാമത്തെ ഒരു ഡെഫിനിഷൻ സെക്ഷൻ ഉണ്ടാവും, നാലാമത്തെ റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റ് ഉണ്ടാവും, അഞ്ചാമത്തത് പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഉണ്ടാവും. അപ്പോൾ ഈ IND-AS 115 സെയിം പാറ്റേൺ തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. IND-AS 115 എന്തിനു വേണ്ടിയാണ് ഫോമുലേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തത് എങ്ങനെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളത്. മാത്രമല്ല റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IND-ASൻ്റെ ഫീച്ചർ നമ്മളവിടെ അക്കംപ്ലിഷ് ചെയ്യണം. ഒന്നാമത്തെ കമ്പാരബിലിറ്റി, പിന്നെ കൺസിസ്റ്റൻസി. കമ്പാരബിലിറ്റി എന്ന് പറയുമ്പോൾ അക്രോസ് ഇൻഡസ്ട്രി കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു IND-AS 115 ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുറിങ് കൺസിസ്റ്റൻസി. റവന്യൂ റെക്കഗ്നീഷൻ അക്രോസ് ഇൻഡസ്ട്രിയിൽ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും റവന്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ പല രീതിയിലായി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആസ് യൂഷ്വൽ എല്ലാ IND-ASൻ്റെയും പോലെ തന്നെ കമ്പാരബിലിറ്റി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് IND-AS ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഏതൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയാലും എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരബിലിറ്റി ആണ്. ഇവിടെയും അത് തന്നെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പാരബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ IND-AS 115 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂവിൻ്റെ കമ്പാരബിലിറ്റി എല്ലാ ഇൻഡസ്ട്രീസിലും കമ്പയർ ചെയ്യാൻ വേണ്ടി എങ്ങനെ പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ള കൂടിയാണ് ഒരു ഒബ്ജക്റ്റീവ്. പിന്നെ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യുക. ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിപ്പോർട്ടിംഗ്, ഡിസ്ക്ലോഷേഴ്സൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടി IND-AS 115 ഉണ്ട്. ഓക്കെ, ഇനി സ്കോപ്പ് പറയുകയാണെങ്കിൽ IND-AS 115 സ്കോപ്പ് എല്ലാ ഇന്ത്യൻ അക്കൗണ്ടിങ് എല്ലാ കമ്പനീസ് ആക്ടിന് കീഴിലും രജിസ്റ്റർ ചെയ്ത കമ്പനിക്കും ഇത് അപ്ലിക്കബിൾ ആണ്. എക്സെപ്റ്റ് മുകളിൽ പറഞ്ഞേക്കുന്ന 4 കാര്യങ്ങൾക്കൊഴികെ എല്ലാ കമ്പനീസിനും അപ്ലിക്കബിൾ ആണ്, എക്സെപ്റ്റ് ലീസ് കോൺട്രാക്ട്സ്. ലീസ് കോൺട്രാക്ട്സിന് ഈ ഒരു IND-AS അപ്ലിക്കബിൾ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 116. കൂടാതെ ഇൻഷുറൻസ് കോൺട്രാക്ട്സ് അത് കവർ ചെയ്യുന്നത് IND-AS 104 ആണ്. അപ്പോൾ ലീസ് കോൺട്രാക്റ്റ്, ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഇത് അപ്ലിക്കബിൾ അല്ല. കൂടാതെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സും അതിന് സംബന്ധിക്കുന്ന കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസിന് ഇത് അപ്ലിക്കബിൾ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കവർ ചെയ്യുന്നത് IND-AS 32, 107 ആൻഡ് 109. ഈ 3 IND-AS ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ റവന്യൂവിനെ അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസിനെ കവർ ചെയ്യുന്നത്. കൂടാതെ നോൺ മോണിറ്ററി എക്സ്ചേഞ്ച്, കമ്പനികൾ തമ്മിൽ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ എല്ലാ കമ്പനികൾക്കും ഇത് അപ്ലിക്കബിൾ ആണ്, എക്സെപ്റ്റ് ഈ പറഞ്ഞേക്കുന്ന 4 കാര്യങ്ങൾക്ക്: ലീസ് കോൺട്രാക്ട്, ഇൻഷുറൻസ് കോൺട്രാക്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ആൻഡ് റൈറ്റ്സ്, പിന്നെ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ കമ്പനീസ്. ഇനി ഡെഫിനിഷൻ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ടെർമിനോളജീസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഗുഡ്സ് സെല്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുമ്പോഴോ അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനിൽ അല്ലെങ്കിൽ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഗുഡ്സ് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് എന്ത് പറയുക, റവന്യൂ എന്ന് പറയുക. ഇനി കോൺട്രാക്റ്റ് എന്താണ്? കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ളൊരു അഗ്രിമെൻറ്റിനെയാണ്. ഈ അഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഫോഴ്സിബിൾ ആണ്, ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അതിൻ്റെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും എല്ലാം ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അപ്പോൾ കോൺട്രാക്റ്റ് വെർബൽ ആവാം,
ഇൻ റൈറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ത്രൂ ആക്ഷൻസ് ആവാം. അപ്പോൾ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ളൊരു എൻഫോഴ്സബിൾ അഗ്രിമെൻറ്റിനെയാണ് എന്ത് പറയുക, കോൺട്രാക്റ്റ് എന്ന് പറയുക. ഇനി പെർഫോമൻസ് ഒബ്ലിഗേഷൻ, മൂന്നാമത്തെ കീ ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഡെഫിനേഷനിലെ കോൺട്രാക്റ്റിൽ എന്താണ് ഡെലിവറബിൾ, അല്ലെങ്കിൽ എന്താണ് പ്രോമിസ്, എന്താണ് ചെയ്തു കൊടുക്കാം എന്ന് ഓഫർ ചെയ്തേക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ ഒരു പ്രോമിസിനെയാണ് നമ്മൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുക. ചിലപ്പോൾ ഡെലിവറി ഓഫ് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റെൻഡറിങ് ഓഫ് സർവീസ് ആയിരിക്കാം. ഈ ആ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് കോൺട്രാക്റ്റിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞേക്കുന്ന പ്രോമിസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അത് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്നതാവാം. ട്രാൻസാക്ഷൻ പ്രൈസ്, എല്ലാ കോൺട്രാക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൺസിഡറേഷനാണ്. ഇപ്പോൾ രണ്ടോ അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വെറുതെ ഒരു കാര്യം ഏറ്റെടുക്കില്ല, അപ്പോൾ പകരം എന്തെങ്കിലും കിട്ടണം അല്ലേ, സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ ആ ഒരു സംതിങ് ഇൻ റിട്ടേണിനെയാണ് എന്ത് പറയുക, കൺസിഡറേഷൻ. നമ്മൾ ഇൻഡേഴ്സ് 115 ആ ഒരു കൺസിഡറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോൾ, അതായത് കോൺട്രാക്റ്റിലോ അഗ്രിമെൻറ്റിലും പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രോമിസ് ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പകരം ബിസിനസ്സിന് എന്ത് കിട്ടണമെന്നാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസാക്ഷൻ പ്രൈസ്. അപ്പോൾ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുക, കസ്റ്റമർക്ക് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ പകരം എന്ത് കിട്ടണം എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസാക്ഷൻ പ്രൈസ്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മുകളിൽ അബ്സല്യൂട്ട് കൺട്രോൾ എപ്പോഴാണ് കിട്ടുന്നത്, ആ ഒരു എബിലിറ്റി അതിനെ യൂസ് ചെയ്യാനും അതിനെ മോഡിഫൈ ചെയ്യാനും ഉള്ള എബിലിറ്റി കസ്റ്റമർക്ക് എപ്പോഴാണ് കിട്ടുന്നത്, അതിനെയാണ് എന്ത് പറയുക, കൺട്രോൾ എന്ന് പറയുക. ഓക്കെ. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നിഷനാണ്. നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ് നോക്കി, സ്കോപ്പ് നോക്കി, ഡെഫിനിഷൻ, ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസിൻ്റെ ഡെഫിനിഷൻ നോക്കി. നമ്മൾ നോക്കാൻ പോകുന്നത് റവന്യൂ റെക്കഗ്നിഷൻ. ഇൻഡേഴ്സ് 115 ഒരു 5 സ്റ്റെപ്പ് മോഡൽ അപ്രോച്ചാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. റവന്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, ഒരു കോൺട്രാക്റ്റ് വിത്ത് കസ്റ്റമറിൻ്റെ കേസിൽ റവന്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളത് ഇൻഡേഴ്സ് 115 ഒരു 5 സ്റ്റെപ്പ് അപ്രോച്ചായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ജനറലായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിന് ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് അടുത്ത സെഷൻസിലായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമ്മൾ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ 5 സ്റ്റെപ്പിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കോൺട്രാക്ട് വിത്ത് കസ്റ്റമറായിട്ടുള്ള കോൺട്രാക്റ്റ്, ബിസിനസ്സും കസ്റ്റമറും തമ്മിൽ, അല്ലെങ്കിൽ ബിസിനസ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. കോൺട്രാക്റ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, ട്രാൻസാക്ഷൻ പ്രൈസ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, കൺട്രോൾ കസ്റ്റമർക്ക് എപ്പോൾ റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ എപ്പോൾ ട്രാൻസ്ഫർ ആവുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ രണ്ടോ അതിലധികമോ പാർട്ടികൾ തമ്മിലുള്ള ഒരു ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിനെയാണ് എന്ത് പറയുക, കോൺട്രാക്റ്റ് എന്ന് പറയുക. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് എ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ്, ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പോൾ മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം കോൺട്രാക്റ്റിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ കോൺട്രാക്ട് വിത്ത് കസ്റ്റമർ. ഇനി കോൺട്രാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. കോൺട്രാക്റ്റിൽ എന്താണ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രോമിസാണ് ബിസിനസ് കസ്റ്റമർക്ക് കൊടുത്തേക്കുന്നത്, അതുപോലെ തന്നെ കസ്റ്റമർ തിരിച്ച് ബിസിനസ്സിനും കൊടുത്തേക്കുന്നത്. ഡെലിവറി ഓഫ് ഗുഡ്സ് ആണോ, അല്ലെങ്കിൽ പ്രൊഡക്ട്സും ആഫ്റ്റർ സെയിൽ സർവീസാണോ, അല്ലെങ്കിൽ റെൻഡറിങ് ഓഫ് സർവീസ് ആണോ എന്നുള്ളത് അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ദ ട്രാൻസാക്ഷൻ പ്രൈസ്. പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ കൺസിഡറേഷനായിട്ട് എന്ത് ബിസിനസ്സിന് കസ്റ്റമർ കൊടുക്കണം, പകരം എന്ത് കൊടുക്കണം, എന്തായിരിക്കും റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 3 ആയിട്ട് പറയുന്നത്. അതിൽ ഡിസ്കൗണ്ട്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, റിബേറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേറ്റ് ദ ട്രാൻസാക്ഷൻ പ്രൈസ് ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ഇനി കോൺട്രാക്റ്റിൽ ഒരൊറ്റ പ്രോമിസ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉള്ളെങ്കിൽ നമുക്ക് അലോക്കേഷൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമേ പ്രോമിസ് ചെയ്തിട്ടുള്ളൂ, അതിന് എത്രയാണോ ട്രാൻസാക്ഷൻ പ്രൈസ് അതങ്ങ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതങ്ങ് ചാർജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്താൽ മതി. പക്ഷേ ഒരു കോൺട്രാക്റ്റിൽ മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഡെലിവറി ചെയ്യാം അല്ലെങ്കിൽ റെൻഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസ് ഓരോ ഒബ്ലിഗേഷനും നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. അതെങ്ങനെ അലോക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് സ്റ്റെപ്പ് 4 നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേറ്റ് ദ ട്രാൻസാക്ഷൻ പ്രൈസ് ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻ. മൾട്ടിപ്പിൾ ഒബ്ലിഗേഷൻ വരുമ്പോൾ മാത്രമേ സ്റ്റെപ്പ് 4ൻ്റെ ഒരു
ഇമ്പോർട്ടൻസ് വരുന്നുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ ആ ഒരു ട്രാൻസാക്ഷൻ പ്രൈസ് ഓരോ ഐറ്റത്തിനും അലോക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസ് റവന്യൂ വെൻ ഓർ ആസ് പെർഫോമൻസ് ഒബ്ലിഗേഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ അബ്സല്യൂട്ട് കൺട്രോൾ കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അത് രണ്ട് രീതിയിലാവാം. അതിലൊരു പോയിൻ്റ് ഇൻ ടൈം, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ട്രാൻസ്ഫർ ആവാം. സപ്പോസ് നമ്മളൊരു പെൻ മേടിച്ചു കടയിൽ നിന്ന്, നമുക്ക് പെൻ കിട്ടി, നമ്മൾ ആ പെന്നിൻ്റെ പ്രൈസ് എത്രയാണോ അത് സ്റ്റോറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കൺട്രോൾ കിട്ടി പെന്നിൻ്റെ, അല്ലേ? നമ്മൾ പെന്നിൻ്റെ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അബ്സല്യൂട്ട് കൺട്രോൾ ഉണ്ട്. പിന്നെ പെൻ എന്ത് ചെയ്യണം, അത് ഒടിച്ച് കളയണോ, അത് എഴുതാൻ ഉപയോഗിക്കണോ, അതൊക്കെ പിന്നെ നമ്മളുടെ കസ്റ്റമറുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് ഓഫ് ടൈം ആവാം, അല്ലെങ്കിൽ ഓവർ ടൈം അല്ലെങ്കിൽ ഓവർ ദ പീരീഡ് ആവാം. ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു പോയിൻ്റ് ഓഫ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല. ഓവർ ദ പീരീഡ് അല്ലെങ്കിൽ ഓവർ ടൈമിൽ നമുക്ക് കൺട്രോൾ കിട്ടുള്ളൂ, അല്ലേ? കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വീട് പണിയാണെങ്കിൽ വീടിൻ്റെയൊക്കെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴാണ് നമുക്ക് കൺട്രോൾ കിട്ടി വരുള്ളൂ. അപ്പോൾ റവന്യൂ റെക്കഗ്നേഷനിൽ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഏതൊരു പോയിൻ്റ് ഇൻ ടൈം ആണോ അല്ലെങ്കിൽ ഓവർ ടൈം ആണോ, ഓവർ ദ പീരീഡ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അങ്ങനെ 5 സ്റ്റെപ്പ് മോഡലാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ 115 പറഞ്ഞേക്കുന്നത്. ഇനി എങ്ങനെ മെഷർ ചെയ്യും, റവന്യൂ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളത് 3 കാര്യങ്ങൾ വെച്ചാണ്. ഒന്ന് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കൺസിഡറേഷൻ. ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ബോണസസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടോ, പെനാൽറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. രണ്ടാമത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിനാൻസിങ് കമ്പോണൻറ്റ്. സിഗ്നിഫിക്കൻറ്റ് ഫിനാൻസിങ് കമ്പോണൻറ്റ് എപ്പോഴാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മെഷർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഒരു ബിസിനസ് നടത്തുകയാണ്. നമ്മളുടെ കസ്റ്റമർക്ക് 2 ലക്ഷം രൂപയുടെ ഒരു അസറ്റ് സെല്ല് ചെയ്തപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഈ 2 ലക്ഷം രൂപ നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ അഗ്രിമെൻറ്റിൽ പേയ്മെൻറ്റ് ടേംസ് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 വർഷം കഴിഞ്ഞാണ് നമ്മൾക്ക് കസ്റ്റമർ പേയ്മെൻറ്റ് തരേണ്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫിനാൻസിങ് കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് കോട്ട് ചെയ്ത പ്രൈസാണ് 2 ലക്ഷം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് 2 ലക്ഷം രൂപ 2 വർഷം കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ ആ 2 ലക്ഷം രൂപയ്ക്ക് അതേ വാല്യൂ തന്നെയാണോ എന്ന് നമ്മൾക്ക് അറിയണം. ഇന്നത്തെ 2 ലക്ഷം രൂപയുടെ വാല്യൂ ആയിരിക്കില്ല നാളത്തെ 2 ലക്ഷം രൂപ, അല്ലേ? നമ്മളിന്ന് 100 രൂപയ്ക്ക് മേടിച്ച സാധനം നമുക്കൊരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് കിട്ടണമെന്നില്ല. സപ്പോസ് നമ്മൾ പണ്ട് 50 രൂപയ്ക്ക് പെട്രോൾ മേടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞു, 7 വർഷം കഴിഞ്ഞപ്പോൾ അത് 100 രൂപയ്ക്ക് മുകളിലായി. അപ്പോൾ പണ്ട് 50 രൂപയ്ക്ക് കിട്ടിയ സാധനം ഒരു 2 വർഷം കഴിയുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു ഫിനാൻസിങ് കമ്പോണൻറ്റ്, ആ ഒരു പ്രൈസിൽ വരുന്ന ടൈം വാല്യൂ എന്ന് പറയും, ആ ഒരു ചേഞ്ചിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നോൺ ക്യാഷ് കൺസിഡറേഷൻ. എപ്പോഴും നമ്മൾക്ക് ഗുഡ്സും സർവീസും റെൻഡർ ചെയ്യുമ്പോൾ പകരം ക്യാഷ് ആയിട്ട് കിട്ടണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും നോൺ മോണിറ്ററി, നമ്മൾ ഷെയറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് റെൻഡർ ചെയ്തു അല്ലെങ്കിൽ ഒരു ഗുഡ്സ് സെല്ല് ചെയ്തു, അപ്പോൾ പകരം നമ്മൾക്ക് ക്യാഷിന് വരെ വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നോൺ ക്യാഷ് കൺസിഡറേഷൻസും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എപ്പോൾ മെഷർമെൻറ്റ് ഓഫ് റവന്യൂവിൻ്റെ ടൈമിൽ. ഇനി ഡിസ്ക്ലോഷർ നോംസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 115 ഡിസ്ക്ലോഷർ എങ്ങനെ നടത്തണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസഗ്രിഗേഷൻ ഓഫ് റവന്യൂ. ഡിസഗ്രിഗേഷൻ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂവിനെ ടൈപ്പ് വൈസ് അല്ലെങ്കിൽ റീജിയൻ വൈസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വൈസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഒരു ഐറ്റമായിട്ടാണ് കാണിക്കുക. പക്ഷേ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ അതിൻ്റെ സെഗ്രിഗേഷൻ കൊടുക്കണം. അത് റവന്യൂ ബൈ ടൈപ്പ് ആയിരിക്കാം, റവന്യൂ ബൈ റീജിയൻ കൊടുക്കേണ്ടി വരും, റവന്യൂ ബൈ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിസഗ്രിഗേഷൻ ഓഫ് റവന്യൂ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. കോൺട്രാക്ട് ബാലൻസസ്, അതായത് കോൺട്രാക്റ്റിൻ്റെ അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര, അതായത് കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സിൻ്റെ അസറ്റ് കോൺട്രാക്ട് ബാലൻസസ് എന്ന് പറയും. അത് നമ്മൾ എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇനി പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഡിസ്ക്ലോസ് ചെയ്യണം. പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഓവർ ദ ടൈം ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഒബ്ലിഗേഷൻ ആണ്, അല്ലേ? ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് അവിടെ തീർന്നു. പക്ഷേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ഓവർ ദ ടൈമേ അത് പാസ് ഓൺ ചെയ്യുള്ളൂ കൺട്രോൾ. അപ്പോൾ നമ്മൾക്ക് എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഒബ്ലിഗേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി എന്തെങ്കിലും റവന്യൂ റെക്കഗ്നേഷൻ്റെ സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ്, നമ്മുടേതായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അതെല്ലാം അവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി ഇന്ത്യ 115 ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണ്, ഒരു ക്ലിയർ ഫ്രെയിം വർക്ക്. റവന്യൂ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, ഇവിടെ നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു 5 പോയിൻ്റ് അപ്രോച്ചാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലിയർ ഫ്രെയിം വർക്ക് തന്നിട്ടുണ്ട് എങ്ങനെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്.
രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി അവർ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തേക്കുന്ന പ്രോപ്പർ ഡിസ്ക്ലോഷർ നടത്തുന്നുണ്ട് അല്ലേ. റീജിയൻ വൈസ് പ്രൊഡക്റ്റ് വൈസ് ആയിട്ടുള്ള റവന്യൂ ഒക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയാം. പിന്നെ മൂന്നാമത്തെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രോസ് ഇൻഡസ്ട്രി സെയിം പ്രിൻസിപ്പിൾസാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി ആയാലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയാലും സിമെൻറ്റ് ഇൻഡസ്ട്രി ആയാലും മാനുഫാക്ചറിങ് യൂണിറ്റ് ആയാലും എല്ലാം സെയിം പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്താണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അക്രോസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അക്രോസ് ബിസിനസ്സസ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ്സുകൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അക്രോസ് ഇൻഡസ്ട്രീസ് കമ്പയർ ചെയ്യാം. ഇതെല്ലാം അതിൻ്റെ ബെനിഫിറ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാരണങ്ങളാണ് മെയിൻ ചലഞ്ചസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഒന്ന് സിസ്റ്റം ചേഞ്ചസ്. ഇൻഡേഴ്സ് 115 ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കമ്പനീസിന് അവരുടെ അക്കൗണ്ടിങ് സിസ്റ്റം എൻറ്റയർലി ചേഞ്ച് ചെയ്യേണ്ടി വരും, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതിന് ടൈം കൺസ്യൂമിങ് മാത്രമല്ല ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. കൂടാതെ സ്റ്റാഫ് ട്രെയിനിങ്. ഇൻഡേഴ്സ് 115 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റെപ്പ് മോഡലാണ്. അത് സ്റ്റാഫിനെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അവർ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു 5 സ്റ്റെപ്പ് അപ്രോച്ച് യൂസ് ചെയ്തുകൊണ്ട് റവന്യൂ എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം, ഏതൊക്കെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. ട്രാൻസാക്ഷൻ പ്രൈസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, പെർഫോമൻസ് ഒബ്ലിഗേഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നൊക്കെ ഉള്ള ആ 5 സ്റ്റെപ്പ് മോഡൽ കൃത്യമായിട്ട് സ്റ്റാഫിനൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഇനി കോൺട്രാക്ട് റിവ്യൂ ആണ് മൂന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ഓർഗനൈസേഷൻ എല്ലാ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട്സുകളും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. മാത്രമല്ല എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഒബ്ലിഗേഷൻ ഉണ്ടെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ടൈം കൺസ്യൂമിങ് ആണ്, TDS ആണ്. അപ്പോൾ അതൊക്കെ ഒരു ലിമിറ്റേഷനായിട്ട് പറയാം. ഇനി കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇൻഡേഴ്സ് 115 ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓണേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ അവർക്ക് സഹായിക്കുന്നതാണ്. പിന്നെ ഒരു സ്റ്റാൻഡേർഡൈസ് ഫ്രെയിം വർക്ക് ഉണ്ട്. നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു ഒരു കൺസിസ്റ്റൻറ്റ് അപ്ലിക്കേഷൻ ഉണ്ട്. മാത്രമല്ല ഒരു 5 സ്റ്റെപ്പ് അപ്രോച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ് ഫ്രെയിം വർക്കാണ് ഇൻഡേഴ്സ് 115 എന്ന് പറയുന്നത്. പിന്നെ കോംപ്രിഹെൻസീവ് റവന്യൂ എല്ലാ പ്രിൻസിപ്പിൾസും ക്ലിയറായിട്ട് വ്യക്തമായിട്ട് കോംപ്രിഹെൻസീവായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാനും എസ്പെഷ്യലി കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇത്രയാണ് ഇൻഡേഴ്സ് 115 ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളിത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളിനി ഇതിൻ്റെ 5 സ്റ്റെപ്പ് മോഡലിൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത സെഷനിൽ നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് തിയറി ക്വസ്റ്റ്യൻസ് എക്സാമിന് വരിക. ഓക്കെ, താങ്ക് യു.